ഹായ് സ്റ്റുഡൻസ്. സോ ഞാനിന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് മിക്ക സ്റ്റുഡൻസും, അതായത് മൊത്തത്തിലേക്ക് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള, അതായത് കേരളത്തിൽ നിന്ന് പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള പേപ്പറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്ലൈ അടിച്ച് ക്ലിയർ ചെയ്യാണ്ടിരിക്കുന്ന ഒരു പേപ്പറാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു പേപ്പർ ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതാണ് മനസ്സിലാക്കി തലയിൽ കയറ്റി കൊടുക്കാൻ കുറച്ച് ഇതാണ്, കുറച്ച് റിസ്ക് ആയിരിക്കും. എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യണം, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പാസ്സാക്കാൻ പറ്റുമെന്ന്. കാരണം ഒരുപാട് പേര് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ തൃശ്ശൂരാണ്, വടക്കേക്കാടാണ്. അപ്പോൾ നാട്ടിലുള്ള കുറേ മുസ്ലിം സ്റ്റുഡൻസ് ഉണ്ട്. അവർ മിക്ക ആൾക്കാരും കോയമ്പത്തൂർ പോയിട്ട് എഞ്ചിനീയറിങ് ചെയ്തിട്ട് നേരെ ഗൾഫിൽ പോയേക്കാണ്. പക്ഷെ അവർ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, EC അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള പിള്ളേർക്ക് എന്ത് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ 4th സെമ്മിൽ, അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ 4th സെമ്മിലെ മാത്സ് പേപ്പറാണ്. ECയിലെ PRP എന്ന് വിളിക്കും. അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേൾക്കുമ്പോൾ. PRP എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ് എന്ന് പറഞ്ഞ പേപ്പറാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിനും അതുപോലെ ITക്കും ചോദിക്കുന്ന PQT എന്ന പേപ്പറുണ്ട്, പ്രോബബിലിറ്റി ആൻഡ് ക്യൂയിങ് തിയറി. അപ്പോൾ ഈ 2 പേപ്പറുമാണ് ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ മൊത്തത്തിലുള്ള സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. പിന്നെ അവരുടെ സബ്ജക്റ്റിൽ ഇതുണ്ട്, നമ്മുടെ DSP ഒക്കെ ഉണ്ട് കേട്ടോ. DSP ഒക്കെ നല്ല സപ്ലിയുള്ള കിട്ടാനുള്ള ചാൻസ് ഉള്ളതാണ്. ഞാൻ മാത്സിൻ്റെ കേസാണ് പറഞ്ഞത്. മാത്സിൽ ഏറ്റവും റിസ്ക് ഉള്ളത്, എനിക്ക് ഇതുവരെ പഠിപ്പിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സ്, അതുപോലെ പ്രോബബിലിറ്റി ആൻഡ് ക്യൂയിങ് തിയറി. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ KTUക്കാരും കൂടി ഒരുമിച്ച് കൂടെ പരിഗണിക്കുകയാണ്. കാരണം KTUവിൻ്റെ കുറേ സ്റ്റുഡൻസ് എനിക്ക് യൂട്യൂബിൽ മെസ്സേജ് അയച്ചിരുന്നു, സാർ ECയുടെ മാത്സ് മാത്രം എടുക്കുന്നില്ല സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് കൂടി സഹായകമാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ മാത്സും ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അവർക്കും ഇതിൻ്റെ പേര് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ റാൻഡം പ്രോസസ്സ്, അതായത് നമ്മുടെ ഇവിടെയുള്ള അതേ സെയിം ടോപ്പിക് അവിടെ ഉണ്ട്. പിന്നെ ന്യൂമറിക്കൽ മെത്തേഡ് ഉണ്ട്. അത് കുറച്ചൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പാവങ്ങളാണ് ഈ അണ്ണാ യൂണിവേഴ്സിറ്റിക്കാർ, അവർക്ക് അങ്ങനെയുള്ള ഈസി ടോപ്പിക്കൊന്നുമില്ല. 5 യൂണിറ്റും എന്താ പറയുക ടഫുള്ളതാണ്. പക്ഷെ നമുക്ക് ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് നമ്മുടെ ടഫുള്ള ടോപ്പിക്കിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് KTUവിൻ്റെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും അവസാനത്തെ 2 മോഡ്യൂൾ കുറച്ചുകൂടി സിമ്പിളാക്കി കൊടുക്കാറുണ്ട്. നമ്മുടെ ECക്കാർക്ക് അവസാനത്തെ ഒരു മോഡ്യൂൾ മാത്രം, 6ാമത്തെ മോഡ്യൂൾ മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ, ന്യൂമറിക്കൽ മെത്തേഡ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല, 5ഉം 6ഉം ന്യൂമറിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജയിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് ആർക്ക്, ഈ KTUവിൻ്റെ ECക്കാർക്ക്. ഓക്കെ, ജയിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം 6ാമത്തെ യൂണിറ്റ് പഠിച്ചാൽ 20 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ 2 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് എന്തായിരിക്കും, ന്യൂമറിക്കൽ മെത്തേഡ്. അപ്പോൾ 20 മാർക്ക് കിട്ടിയെന്ന് ഉറപ്പാണല്ലോ. പിന്നീടുള്ള ഈ 5ാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മളിന്ന് തുടങ്ങുകയാണ്. പൈസ റേറ്റ് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ECക്കാർ കേട്ടോ. ECക്കാർ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ കുറേ ടോപ്പിക്കൊക്കെ മറ്റേ ബ്രാഞ്ചുകൾക്കുള്ള ടോപ്പിക്കുകളുണ്ട്. ഫസ്റ്റ് 2 മോഡ്യൂളും അവരുടെ സെയിം ആണ്. ഇവിടെ ഫസ്റ്റ് 2 മോഡ്യൂളും ഫസ്റ്റ് 3 മോഡ്യൂളും PRPക്കും PQTക്കും സെയിം ആണ്. ഇവരുടെ ഈ 2 മോഡ്യൂളാണ് ഇവരുടെ ഇവരുടെ ഒറ്റ മോഡ്യൂളാണ് ഇവരുടെ 2 മോഡ്യൂൾ കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഐശ്വര്യമായിട്ടാണ് തുടങ്ങാം. ദൈവത്തിനെ കുറിച്ചിട്ടാണ് തുടങ്ങിക്കോളൂ. പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്, അതുപോലെ പ്രോബബിലിറ്റി ആൻഡ് ക്യൂയിങ് തിയറി, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ റാൻഡം പ്രോസസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഇതിനെല്ലാം കൂടിയിട്ട് ഒറ്റ ക്ലാസ്സുകളാണ്. അതായത് കുറേ ക്ലാസ്സുകളൊക്കെ സെയിം ആയിരിക്കും. ഇവർക്ക് ഡിഫറൻസ് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാം ഏതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം, എന്തൊക്കെ പഠിക്കണം എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ KTUവിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു പോയിട്ട് അണ്ണാ യൂണിവേഴ്സിറ്റിയും കൂടെ പറയാം. അപ്പോൾ KTUവിന് ആദ്യത്തെ 2 മോഡ്യൂളിൽ വരുന്നതാണ് ഏത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആദ്യത്തെ 2 മോഡ്യൂള് KTUവിൻ്റെ S4 മാത്സിലെ എല്ലാ ബ്രാഞ്ചിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. അതായത് പ്രോബബിലിറ്റിയിലുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് വരുന്നതാണ് ഡിസ്ക്രിറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിറ്റിൽ വരുന്ന 2 ഫംഗ്ഷനെ നമുക്ക് പഠിക്കാനുള്ളൂ, ബൈനോമിയലും അതുപോലെ പോയിസോണും.
ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ പോയിസൺ. ഞാൻ എഴുതുന്ന കാണുന്നു വേണ്ട, കേട്ടാൽ മതി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള 2 ടോപ്പിക്കാണ് ഈ ഡിസ്ക്രീറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ലെങ്ത് കൂടുതലാണ്. അത് ഞാൻ അവസാനം എടുക്കുള്ളൂ ആദ്യത്തെ 2 മോഡ്യൂൾ. അപ്പോൾ അതിൽ ആദ്യം ഒരു കെയുടെ വാല്യൂ കാണുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ബൈനോമിയലും പോയിസോണാണ്. അപ്പോൾ അതിൽ വരുന്നത് എന്താ വെച്ചിട്ടാ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ മീനും വേരിയൻസ് ഒക്കെ പ്രൂഫൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. ദെൻ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. ദെൻ കണ്ടിന്യൂസിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, എഴുതുന്നല്ലോ എക്സ്പൊണൻഷ്യൽ, അതുപോലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷനാണ് എന്തിൽ വരുന്നത്, ഫസ്റ്റ് 2 മോഡ്യൂളിൽ KTUവിന് വരുന്നത്. അപ്പോൾ 2 മോഡ്യൂൾ ഞാൻ എടുക്കുമ്പോൾ 2 കൂടി ഒരുമിച്ചാണ് പഠിക്കുക. KTUവിന് ഫസ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ സെപ്പറേറ്റ് ഒക്കെയാണ്. അതായത് ഡിസ്ക്രീറ്റ് മാത്രം പഠിപ്പിക്കും, പിന്നെ കണ്ടിന്യൂസ് പഠിപ്പിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി എളുപ്പമുള്ളത് ബൈനോമിയൽ എളുപ്പമാണ്, പോയിസോണും എളുപ്പമാണ്, നോർമലിൻ്റെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ എക്സ്പൊണൻഷ്യലിൻ്റെ യൂണിഫോമിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ ഇൻ്റഗ്രേഷൻ ഉണ്ട്. വലിയ ഇൻ്റഗ്രേഷൻ ഒന്നുമില്ല, എങ്കിലും കുറച്ച് ഇൻ്റഗ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. ഇനി KTUവിൻ്റെ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം കൂടിയിട്ടാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ എന്ത് ഫസ്റ്റ് മോഡ്യൂൾ. അതായത് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തിനുണ്ട്, ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, അത് കൂടുതലായിട്ട് കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മൾ KTക്കാർ രക്ഷപ്പെട്ടൊക്കെയാണ് ഡിസ്ക്രീറ്റിൽ ബൈനോമിയലും പോയിസണും മാത്രമേ ഉള്ളൂ. പക്ഷേ അണ്ണാ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റിൽ ബൈനോമിയൽ, പോയിസോണ്, പിന്നെ ഏതാ ജോമെട്രി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഹൈപ്പർ ജോമെട്രി ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ 4 ടോപ്പിക് എന്തിനുണ്ട് ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ യൂണിറ്റിൽ തന്നെ ശ്രദ്ധിക്കണം, ആ യൂണിറ്റിൽ തന്നെ എന്തുണ്ട്, കണ്ടിന്യൂസിലെ എക്സ്പൊണൻഷ്യല്, യൂണിഫോം, നോർമല്, പിന്നെ ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരു 5 ഡിസ്ട്രിബ്യൂഷൻ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 10 ഡിസ്ട്രിബ്യൂഷനൊക്കെ അവർക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് മോഡ്യൂൾ ക്ലാസ് ഞാൻ എടുക്കും, അത് ലാസ്റ്റ് എടുക്കാറുള്ളൂ. അവസാനം ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് മോഡ്യൂൾ എടുക്കില്ല. കാരണം 9 ടോപ്പിക്ക് പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് വട്ടായി മാറും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് എടുക്കുള്ളൂ, അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് മോഡ്യൂൾ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ എന്താണ് ഫസ്റ്റ് മോഡ്യൂൾ മനസ്സിലായല്ലോ, ഈ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ അണ്ണാ യൂണിവേഴ്സിറ്റി ഞാൻ കുറേ സെലക്ട് ചെയ്തിട്ട് എടുക്കുള്ളൂ. അതായത് ബൈനോമിയൽ പോയിസണും തന്നെ എടുക്കുള്ളൂ, കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ദെൻ ജോമെട്രി കൂടെ എടുക്കും, ബൈനോമിയൽ പോയിസണും ജോമെട്രിക്കും എടുക്കും. ദെൻ എക്സ്പൊണൻഷ്യൽ, യൂണിഫോം, നോർമൽ, അവർക്കുള്ള ടോപ്പിക്ക് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ് 2 ആൾക്കും സെയിം ആയിരിക്കും. എക്സ്ട്രാ ഒരു ജോമെട്രി ഡിസ്ട്രിബ്യൂഷൻ കൂടി എന്തിനുണ്ടാകും, ഫസ്റ്റ് മോഡ്യൂൾ ഉണ്ടാകും. ഇനി സെക്കൻഡ് മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങളുടെ ഈ KTUവിൻ്റെ തേർഡ് മോഡ്യൂൾ മറ്റുള്ള ബ്രാഞ്ചിനൊക്കെ വ്യത്യാസമാണ്, ഈസിക്കാർക്ക് മാത്രമാണ്. ഇവിടെ 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അത് ഇവിടെ സെയിം തന്നെയാണ്. ഇവരുടെ സെക്കൻഡ് മോഡ്യൂൾ എന്താണ്, 2 ഡയമെൻഷണൽ. അവർ തേർഡാണ്, ഇവിടെ സെക്കൻഡാണ്. അത് കുറച്ച് എളുപ്പമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരു 4-5 പേജൊക്കെ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വലിയ വലിയ ഇൻ്റഗ്രേഷനൊക്കെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം ഞാൻ അതാണ് എടുക്കാൻ പോകുന്നത്, 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ. അതിൽ അണ്ണാ യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഒരു ഫൈൻഡ് ദ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന ടോപ്പിക് ഉണ്ട്. നമുക്കതിൽ കോറിലേഷൻ സിലബസിൽ വരുന്നില്ല, പക്ഷെ കോവേരിയൻസ് എന്നൊരു ടോപ്പിക്ക് എന്താ പറയുക, ഇതിലൊരു കോവേരിയൻസ് എന്നാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ കോവേരിയൻസ് എന്നൊരു ടോപ്പിക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, കോറിലേഷൻ ഉണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ കോവേരിയൻസ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പാണ് കോറിലേഷൻ. അപ്പോൾ അത് ഇവർക്കുണ്ട്. ഇവർക്ക് വരുന്നത് കോറിലേഷൻ അതുപോലെ റിഗ്രഷൻ എന്ന് പറഞ്ഞ് 2 ടോപ്പിക് ഉണ്ട്. അപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് അതാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കണം. ഓക്കെ, ദെൻ തേർഡ് മോഡ്യൂൾ, അവരുടെ 4th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ റാൻഡം പ്രോസസ്സാണ്. റാൻഡം പ്രോസസ് 4th മോഡ്യൂളിലാണ് റാൻഡം പ്രോസസ്സ്. നമുക്ക് തേർഡ് മോഡ്യൂളിലാണ് റാൻഡം പ്രോസസ്സ് വരുന്നത്. ഇപ്പോൾ റാൻഡം പ്രോസസ്സ് കുറച്ച് റിസ്ക് ഉള്ള ടോപ്പിക്കാണ്. ഉള്ളതിൽ ബുദ്ധിമുട്ടുള്ള 2 യൂണിറ്റാണ് തേർഡും 4th. നിങ്ങൾക്ക് 4th 5th KTക്കാർക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കണം. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, വൈഡ് സെൻസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, WSS, ഇവർക്ക് അത് തന്നെയാണ് WSS എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ദെൻ അത്ര തന്നെ അല്ല, ഫോർത്ത് മോഡ്യൂളിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർക്ക് സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് കൂടി എന്തിലുണ്ട്, ഈ ഫോർത്ത് മോഡ്യൂളിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഇവർക്ക് ഈസിയുടെ ഇതിൽ ഇവിടെയാണ് എന്ത് വരുന്നത്, ഫോർത്ത് ഒരു മോഡ്യൂൾ മുഴുവനാണ് സ്പെക്ട്രൽ ഡെൻസിറ്റി, അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കും. ഇവരുടെ ഒരു മോഡ്യൂൾ മുഴുവൻ നമുക്ക് ചെറിയൊരു ടോപ്പിക്കേ ഉള്ളൂ കേട്ടോ. കേട്ടിന് ചെറിയൊരു ടോപ്പിക്ക് എന്താണ് സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ചെറിയ പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു 2-3 പേജിനുള്ള സെക്ഷനേ ഉള്ളൂ. പക്ഷേ KTയുടെ PRPക്ക് അതായത് റാൻഡം പ്രോസസ്സിനെ വരുമ്പോൾ ആ സ്പെക്ട്രൽ ഡെൻസിറ്റി മുഴുവൻ ഒരു എസ്എ ക്വസ്റ്റൻ, സോറി ഒരു യൂണിറ്റ് മുഴുവനും സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന ടോപ്പിക്കാണ്. ഒരു ഓട്ടോ കോറിലേഷനും സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ, PQTയുടെ കേസിൽ ഇതുവരെ സെയിം ആണ്. ഓക്കെ, ഇതിൽ ഈ ഒരു കാര്യങ്ങൾ വിട്ടുപോയ ഇതിൻ്റെ തേർഡ് മോഡ്യൂളിൽ ഒരു മാർക്കോവ് ചെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. മാർക്കോവ് ചെയിനും അതുപോലെ പോയ്സോൺ പ്രോസസ്, ഇത്രയും കാര്യങ്ങൾ തേർഡ് മോഡ്യൂളിൽ ഇവിടെ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് വരുന്നുണ്ട്. നമുക്കത് 5ാമത്തെ മോഡ്യൂളിലാണ് ഏത് വരുന്നത്, മാർക്കോവ് ചെയിൻ, ദെൻ പോയ്സോൺ പ്രോസസ്. പിന്നെ കുറേ ടോപ്പിക്കുകളുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ KTക്കാർ നമ്മൾ ചെയ്യുന്നത് 5ാമത്തെ മോഡ്യൂളിൽ നിന്ന് നമുക്ക് 2 ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് മാർക്കോവ് ചെയിനും അതുപോലെ പോയ്സോൺ പ്രോസസ്സ് മാത്രമേ 5ാമത്തെ മോഡ്യൂളിൽ പഠിക്കുന്നുള്ളൂ. എന്നിട്ട് 6ാമത്തെ മോഡ്യൂളിൽ ന്യൂമറിക്കൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ ചോയ്സ് എടുത്ത് ചെയ്യും. കാരണം 3 ക്വസ്റ്റനാണ് അറ്റൻഡ് ചെയ്യുക, 3 ക്വസ്റ്റൻ തന്നിട്ട് എനി 2 ആണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഇത്രയും ടോപ്പിക്ക് പഠിച്ചാൽ മതി. 2 ടോപ്പിക്ക് നമ്മൾ അതിൽ നോക്കുള്ളൂ 5ാമത്തെ മോഡ്യൂളിൽ, മാർക്കോവ് ചെയിനും പോയ്സോൺ പ്രോസസ്. പക്ഷേ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെയല്ല, ഈ എല്ലാ കാര്യങ്ങളും 4-5 കൂടി ചേർന്നിട്ടാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് മോഡ്യൂൾ. ഓക്കെ, ദെൻ അതിലെ സ്പെക്ട്രൽ ഡെൻസിറ്റി മാത്രം വേറൊരു സെക്ഷനായിട്ട് ഒരു യൂണിറ്റ് മുഴുവനുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റി 5ാമത്തെ യൂണിറ്റ് ശ്രദ്ധിക്കുക. 5ാമത്തെ മോഡ്യൂളിൽ കുറച്ച് തിയറിയാണ്. അവിടെ EC-കാർക്ക് വരുന്ന നിങ്ങളുടെ വേവ് എന്താ പറയുക, ഇക്വേഷനൊക്കെ അല്ലേ, എന്താ പറയുക, EC വേവ്, അതുപോലെ എന്താ വൈറ്റ് നോയ്സ്, അങ്ങനെ കുറച്ച് അവരെ തിയറിറ്റിക്കലായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്തൊക്കെയാണ് പഠിക്കണമെന്നുള്ളത് തിയറി ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് എക്സാം എഴുതട്ടോ. ഒരു വൈറ്റ് നോയ്സിൻ്റെ ഒക്കെ തിയറി വരുന്നുണ്ട്. കാരണം നമ്മൾ വലിയ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും 5ാമത്തെ മോഡ്യൂൾ മുഴുവൻ. അതായത് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ 5ാമത്തെ മോഡ്യൂൾ മുഴുവൻ അവർ EC-യുടെ കറക്റ്റ് സിലബസിലുള്ള ടോപ്പിക്കാണ്. അവരെന്താ പറയുക, അവരെ സബ്ജക്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ മാത്സിൽ ഏതോ 2 പ്രോബ്ലം വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരും. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കേണ്ടവരെ. PQTയുടെ കേസിൽ വരുമ്പോൾ കുറച്ച് പണിയാണ്. PQTക്കാർക്ക് 4ാമത്തെ മോഡ്യൂളിൽ ഒരു ക്യൂയിൻ തിയറി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ക്യൂയിൻ തിയറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിച്ചു നോക്കണേ. ക്യൂയിൻ തിയറി എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടറിൽ ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്, ഒരാൾ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് ഇതിൽ ഈ 4th മോഡ്യൂളിൽ വരുന്നത്. അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ ടോപ്പിക്കാണ് ഈ 5th മോഡ്യൂൾ. നമ്മൾ അതിൽ ഒരു പൊള്ള കിഞ്ചിങ് ഫോർമുല, അങ്ങനെ PK ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ഉണ്ട്. അത് മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. ആ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 16 മാർക്കിൻ്റെ ഒരു എസ്എ ക്വസ്റ്റനാണ്. ഓക്കെ, PQTക്ക് ആ PK ഫോർമുലയും അത് വെച്ചിട്ട് 2-3 പ്രോബ്ലം നമ്മൾ പഠിക്കും. കൂടുതലൊന്നും എനിക്കറിയില്ല, അത് നമ്മൾ നോക്കുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും അറിയില്ല എന്ന് പറയാൻ കാരണം ഞാൻ BSc മാത്സ് MSc മാത്സ് പഠിച്ച സമയത്തൊന്നും ഈ ഒരു ടോപ്പിക്കും അതിൽ ചെറിയ പ്രോബിലിറ്റിക്ക് നമുക്ക് അറിയാമെന്നല്ലാണ്ട് കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ ട്യൂഷൻ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. നമ്മളത് ഒന്ന് എന്താ പറയുക കണ്ണടക്കുക. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ടാണ് പ്രോബ്ലം പഠിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി. നമ്മൾ കൃഷ്ണൻ പറഞ്ഞ പോലെ മാർഗമല്ല നമുക്ക് പ്രധാന ലക്ഷ്യമാണ്. ഓക്കെ, അതിന് ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യും, അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. 2nd മോഡ്യൂളാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഏതൊക്കെ സിലബസൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, എന്തൊക്കെ നമ്മൾ പഠിക്കണമെന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടിയും കണ്ടിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ.
ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ ശ്രദ്ധിക്കുക, പേരിൽ തന്നെ ഉണ്ട്. 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും ഫസ്റ്റ് മോഡ്യൂൾ 2 മോഡ്യൂളിലും നോക്കിയിരുന്നത്, അതായത് ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, എഫ് ഓഫ് എക്സ്. അതായത് പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പകരം ക്വസ്റ്റ്യനിൽ മുഴുവൻ 2 വേരിയബിൾ ഉണ്ടാവും. അതായത് എക്സും വൈയും എന്ന് പറഞ്ഞ 2 ഡിസ്ട്രിബ്യൂഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനുണ്ടാവുക. അങ്ങനെയുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നോക്കുന്നത്. അപ്പോൾ ഈ മോഡ്യൂളിൽ നമുക്ക് വിളിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പേര് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ തിയറി ഒന്നും പറയില്ല, അതിൽ വരുന്ന പ്രോബ്ലത്തിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിൽ കുറച്ച് ഡെഫിനേഷനൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അതൊക്കെ ആവശ്യമുള്ളവർ നോട്ട് ടെസ്റ്റ് നോക്കി വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ ടോപ്പിക് ഞാൻ എങ്ങനെ പ്രോബ്ലത്തേക്ക് കവർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടി വരുന്ന ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ ഡിസ്ക്രിറ്റിലും അതിൻ്റെ എന്ത് പറയേണ്ടത്, ഡിസ്ക്രിറ്റിലും ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറയാനുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലും ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അവൾ കണ്ടീഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലായിട്ട് സെൻറ്റൻസ് ഒന്നും പറയുന്നില്ല. പ്രോബിലിറ്റി എന്ന് വിളിക്കുന്നത്, അതായത് PIJ എന്നാണ് നമ്മൾ പറയുക പ്രോബിലിറ്റി. അവിടെ ഒരു പ്രോബിലിറ്റി എന്തായിരിക്കും, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും. അത് എല്ലാ പ്രോബിലിറ്റി അങ്ങനെയാണ്, എല്ലാ പ്രോബിലിറ്റിയും 0-നേക്കാൾ കൂടുതലായി, 0യോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും. പ്രോബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ ഡബിൾ സിഗ്മ. അവിടെ സിഗ്മ PI = 1 എന്നായിരുന്നു, ഇവിടെ സിഗ്മ ഓവർ I ഓവർ J PIJ. അതായത് എല്ലാ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കൂടി കൂട്ടുമ്പോൾ ആൻസർ എന്ത് കിട്ടണം, 1 കിട്ടണം. ഇതാണ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിലെ എന്താവാനുള്ള കണ്ടീഷൻ, ഈ ജോയിൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ. അത് കണ്ടിന്യൂസിൽ വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ടാകും, എഫ് ഓഫ് എക്സ് വൈ, എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ ഇൻ്റഗ്രൽ -∞ to ∞. സിഗ്മയ്ക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻ്റഗ്രേഷൻ കൊടുക്കുന്നത്. ഇൻ്റഗ്രൽ -∞ എഫ് ഓഫ് എക്സ് വൈ dy/dx. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും, എക്സിൽ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ ഈ 2 ഫോമിൽ എന്തിനാണ് സാറേ എഴുതുന്നതെന്നൊക്കെ ചിന്തിക്കാം. നമുക്കൊരു കെയുടെ വാല്യൂ കാണുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിൽ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുത്താണ് കേട്ടോ, കാരണം ചുമ്മാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കെയുടെ വാല്യൂ കാണാനുള്ള പ്രോബ്ലത്തിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് മാത്രം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതിൻ്റെ ഫോർമുലാസ് കൂടി എഴുതാം. അതിന് മുമ്പ് കുറച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണേ, എങ്കിലും നമുക്ക് പ്രോബ്ലം ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ആവശ്യമുണ്ട്, ബേസിക് ആയിട്ടുള്ള വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ എടുക്കേണ്ടതായിരുന്നു, അത് ഞാൻ എടുക്കാത്തതുകൊണ്ട് ഈ സെക്കൻഡ് മോഡ്യൂളിൽ പറയാണ്. മാത്തമെറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമുക്ക് ആവശ്യമുണ്ട്. എക്സ്പെക്റ്റേഷൻ, മാത്തമെറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ വിളിക്കും അതിനെ. ഇപ്പം മീൻ കാണാനുള്ള ഫോർമുല കൂടിയാണത്, P ഓഫ് എക്സ് എന്ന് വിളിക്കും. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കും. ഈക്വൽ ടു, ഞാൻ കണ്ടിന്യൂസിൻ്റെ ഫോമിലും ഡിസ്ക്രിറ്റിൻ്റെ ഫോമിലും ഒരുമിച്ച് പറയുകയാണ്. മീൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, സിഗ്മ എക്സ് ഇൻറ്റു P ഓഫ് എക്സ് ആണ് ഡിസ്ക്രിറ്റിൽ വരിക. കണ്ടിന്യൂസിൽ വരുമ്പോൾ സിഗ്മയ്ക്ക് പകരം എന്തായിരിക്കും, ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് dx. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ എക്സിന് പറയുന്ന അതുപോലെ തന്നെ നമ്മൾ എന്തും പഠിക്കണം, വൈയിലും പഠിക്കണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കൂടി നമ്മൾ നോക്കണേ. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക, സിഗ്മ വൈ ഇൻറ്റു P ഓഫ് വൈ എന്ന് വിളിക്കുക. ഡിസ്ക്രിറ്റിലാണെങ്കിൽ കണ്ടിന്യൂസിലാണെങ്കിൽ ഇൻ്റഗ്രൽ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ dy. അതാണ് എന്ത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇനി ഇതേപോലെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x² കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് വരും, ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താക്കിയാൽ മതി, x² എന്നാക്കിയാൽ മതി. അപ്പോൾ ഡിസ്ക്രിറ്റിൽ വരുമ്പോൾ എന്താ വരിക, ഡിസ്ക്രിറ്റ് വരുമ്പോൾ സിഗ്മ x² ഇൻറ്റു P ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ x³ എന്ന് പറഞ്ഞാലോ, സിഗ്മ x³ ഇൻറ്റു P ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ x⁴ എന്ന് പറഞ്ഞാലോ, സിഗ്മ
എക്സ് റേസ് ടു 4 ഇൻറ്റു പി ഓഫ് എക്സ്. അതായത് എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും അതേ ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ. കണ്ടിന്യൂസിലാണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അത് ഇൻ്റഗ്രേഷനായി മാറും കേട്ടോ. ഇവിടെയോ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാലോ സിഗ്മ വൈ സ്ക്വയർ ഇൻറ്റു പി ഓഫ് വൈ. കണ്ടിന്യൂസ് വരുമ്പോൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എക്സ് സ്ക്വയർ, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഓക്കെ. ദെൻ വേരിയൻസ് എന്ന് ഉള്ള ടോപ്പിക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്റ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? വേരിയൻസ് ആണ്. വേരിയൻസ് കാണുന്ന ഫോമിൽ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അതായത് ഇത് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ. ഇതാണ് വേരിയൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ വേരിയൻസ് ഓഫ് വൈ എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ. ഓക്കെ. വേരിയൻസ് ഓഫ് എക്സിനെ സിഗ്മ സ്ക്വയർ എക്സ് ഇങ്ങനെ സ്മോൾ സിഗ്മ ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വേരിയൻസ് ഓഫ് വൈനെ ആണെങ്കിലോ സിഗ്മ സ്ക്വയർ. ഇതൊരു സിമ്പിളാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് മെയിനും വേരിയൻസും കാണാൻ ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. വേരിയൻസ് വൈ എന്ന് പറഞ്ഞാലോ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ടോപ്പിക് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിൻ്റെ റൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിളിക്കാം. ഓക്കെ. അപ്പോൾ സിഗ്മ എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിൻ്റെ റൂട്ട്, അതായത് റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ റൂട്ട് കേട്ടോ, അതായത് റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, നിങ്ങൾ നോട്ടിലൊന്ന് എഴുതി വെക്കണേ, അല്ലാണ്ട് വീഡിയോ മാത്രം കണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ടിൽ എഴുതി വെക്കുക, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അടുത്ത ടോപ്പിക്കിൽ പോയാൽ മതി. പിന്നെ നെക്സ്റ്റ്, കാരണം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൽ ഇനി വരുന്നത് നമുക്ക് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് KT കോവേരിയൻസ് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ല കേട്ടോ. കോറിലേഷൻ കൂടി ഉണ്ടാവാതിരിക്കില്ല കോവേരിയൻസ് വരെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത ടോപ്പിക് അതാണ് കോവേരിയൻസ്. കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് കാണാൻ. ഓക്കെ. കോവേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് COV ഓഫ് XY എന്നാണ്. കോവേരിയൻസ് ഓഫ് XY. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണ്: എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ ആണ്, മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഇതാണ് കോവേരിയൻസ് ഓഫ് എക്സിൻ്റെ എക്സ് വൈയുടെ ഫോർമുല. അപ്പോൾ ഇതിൽ ഈ ഒരു ഫോർമുല മാത്രം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ അവിടെ എക്സും വൈയും വേരിയബിൾ വരുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ വരും കേട്ടോ. ഡബിൾ ഇൻ്റഗ്രൽ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഓക്കെ. ഡിസ്ക്രീറ്റിലാണെങ്കിലോ ഡബിൾ സിഗ്മ, എക്സിൻ്റെ സിഗ്മ ഉണ്ടാകും, വൈയുടെ സിഗ്മ ഉണ്ടാകും, എക്സ് വൈ ഇൻറ്റു പി ഓഫ് എക്സ് വൈ. ഇങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈയുടെ ഫോർമുല. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ 16 മാർക്കിനുള്ള സംഗതിയായിട്ടാ. ഇതിൻ്റെ ചെറിയൊരു അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ. KTൻ്റെ സിലബസിൽ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ് കണ്ടിട്ടുള്ളൂ. കോറിലേഷൻ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിന് ശേഷം ഞാൻ അടുത്ത അതിൻ്റെ വീഡിയോ എത്തുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഫോർമുലാസ്. ഇനി അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് കോറിലേഷൻ എന്ന ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്. ക്ലിയർ? അപ്പോൾ കോറിലേഷൻ കൂടി പഠിപ്പിച്ചിട്ട് ഞാൻ ഫോർമുലേസിലേക്ക് പോകുന്നുള്ളൂ, പ്രോബ്ലത്തിലേക്ക് പോകുന്നുള്ളൂ. കോറിലേഷന്
കേട്ടിട്ടുണ്ടാവുന്ന അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നോക്കിയില്ല. നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും പറഞ്ഞുതരാം. കോറിലേഷൻ ഓഫ് എക്സ് വൈനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു രണ്ട് കോറിലേഷൻ ഉണ്ട്, റാങ്ക് കോറിലേഷൻ ഉണ്ട്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക് മാത്രമേ നമുക്കുള്ളൂ. ഗാമ എന്നാണ് ഡിനോട്ട് ചെയ്യുക, 6. ഗാമ ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ, ശരിക്കും ഫോർമുല ഇതാണ്, ഡിവൈഡഡ് ബൈ variance of x into root variance of x standard deviation ആണ്, root variance of x into root variance of y. ഇതാണ് കോറിലേഷൻ്റെ ഫോർമുല. അപ്പം നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് കോവേരിയൻസ് കാണണം, വേരിയൻസ് ഓഫ് എക്സ് കാണണം, വേരിയൻസ് ഓഫ് വൈ കാണണം. എന്നിട്ട് അപ്പോൾ അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താ വരിക, നമ്മുടെ ഫോർമുല പ്രകാരമാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കോവേരിയൻസ് വരെ എത്തിക്കഴിഞ്ഞാൽ ഈ കോറിലേഷൻ ഫോർമുല വരെയും കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, വേരിയൻസ് ഓഫ് എക്സ് കാണണം, വേരിയൻസ് ഓഫ് വൈ കാണണം, എക്സ്പെക്റ്റേഷൻ കോവേരിയൻസ് ഓഫ് എക്സ് വൈ കണ്ടിട്ട് അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോറിലേഷൻ കിട്ടും. ശ്രദ്ധിക്കുക. ഓർ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയുകയാണ്, കോറിലേഷൻ വേറൊരു രീതിയിൽ തരും. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ വൈ എന്ന് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ തരാണ്ട് എക്സിൻ്റെ വാല്യൂസ് ഇതേപോലെ തരും. ഒരു 20, 30, 10 ഇങ്ങനെ വരും. വൈയുടെ വാല്യൂസ് 5, 20. മനസ്സിലായോ? എക്സിൻ്റെ വൈയുടെ വാല്യൂ ഒരു ടേബിളായിട്ട് തരികയാണെങ്കിൽ അപ്പോൾ ഈ ഫോർമുല അല്ല, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരുമ്പോഴാണ് ഈ ഫോർമുല. ഇങ്ങനെ ടേബിളായിട്ടാണ് ചിലപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറ്. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ കോറിലേഷൻ്റെ ഫോർമുല ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് അത് കുറച്ച് എളുപ്പമാണ്, ഫോർമുല കുറച്ച് ലെങ്ത്താണ് കേട്ടോ. ഫോർമുല ഇതാണ്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഗാമ ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. വലിയ ലെങ്ത് ഫോർമുലയാണ്. എങ്ങനെയാണ്, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല. എപ്പോഴാണ് എക്സിൻ്റെ വൈയുടെ വാല്യൂ ഇതേപോലെ ടേബിളായിട്ടാണ് തരുന്നതെങ്കിൽ ഇതാണ് ഫോർമുല. വളരെ സിമ്പിൾ, ലെങ്ത് കൂടുതലാണ്, പക്ഷെ പ്രോബ്ലം ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാണ് ആദ്യം. അപ്പോൾ ആദ്യം ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് കേട്ടോ. കാരണം അണ്ണാ യൂണിവേഴ്സിറ്റി എപ്പോഴും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 8 മാർക്കോ ചിലപ്പോൾ 16 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആദ്യം ഞാൻ ഈ ടൈപ്പിലാണ് ആദ്യത്തെ പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നത്, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കാരണം അടുത്ത ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് കുറച്ച് ഇൻ്റഗ്രേഷൻ്റെ ബേസിക്കൊക്കെ നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂസും ടേബിളായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിക്ക് പോളിടെക്നിക്കൊക്കെ ഉള്ള സിമ്പിൾ ടോപ്പിക്കാണിത്. എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് 65,
66, 67, വീണ്ടും 67, 68, 69, 70, 72, 71, 69, 72, 68, 65, 68, 67, 72. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അപ്പം എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യേണ്ടത്. ഇവർ ടെസ്റ്റിലാണെങ്കിൽ വേറെ ഷോർട്ട് കട്ടൊക്കെ ചെയ്യുന്നത്, നമുക്ക് ഷോർട്ട് കട്ടൊന്നും വേണ്ട. നമ്മൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം എക്സ് ഇല്ലേ, എക്സ് ഇങ്ങനെ താഴോട്ട് എഴുതുന്നു. ദെൻ വൈ താഴോട്ട് എഴുതുന്നു. എക്സും വൈയും ക്വസ്റ്റ്യനിലുള്ളത് താഴോട്ട് എഴുതുക. എന്നിട്ട് എക്സ് സ്ക്വയർ കാണാം. എന്താ എക്സ് സ്ക്വയർ? ഈ എക്സിൻ്റെ വാല്യൂസിനെ നമ്മൾ എക്സ് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? അങ്ങനെ എഴുതാം. 65, 66, 67, 67, 68, 69, 70, 72. എന്നിട്ട് വൈ അതുപോലെ എടുത്ത് എഴുതാം. ദെൻ എക്സ് സ്ക്വയർ കാണാം. എക്സ് സ്ക്വയർ എന്താ? കാൽക്കുലേറ്റർ എടുക്കുക. 65ൻ്റെ സ്ക്വയർ എത്ര എഴുതിക്കുക, 66ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതുക, 67ൻ്റെ സ്ക്വയർ എഴുതുക. കാൽക്കുലേറ്റർ സ്ക്വയറിന് ഓപ്ഷൻ ഉണ്ട്. ദെൻ വൈ എടുത്ത് എഴുതുക, വൈ അതിൻ്റെ സ്ക്വയർ എഴുതുക, വൈ സ്ക്വയർ. ദെൻ എക്സ് ഇൻറ്റു വൈ. ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് സമയം പ്രശ്നമാണ്. എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യണം. എക്സ് വൈ ഇങ്ങനെ കാണാം. എക്സ് ഇൻറ്റു വൈ. ഇപ്പോൾ ഇവിടെ എത്ര? 72, 67 ഇങ്ങനെയല്ലേ. അപ്പോൾ 65 × 72, അങ്ങനെ 66 × 67, അങ്ങനെ എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് ഈ എക്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? സം ചെയ്യുക. അതിവിടെ എഴുതുക, സിഗ്മ എക്സ്. വൈകളെല്ലാം സം ചെയ്യുക. അതാണ് എന്ത്? സിഗ്മ വൈ. അടുത്തത് എക്സ് സ്ക്വയർ എല്ലാം സം ചെയ്യാം. സിഗ്മ എക്സ് സ്ക്വയർ, ഇവിടെ സിഗ്മ വൈ സ്ക്വയർ, ഇവിടെ സിഗ്മ എക്സ് വൈ. എന്നിട്ട് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഫോർമുല? R = n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് × സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻ്റെ റൂട്ട് ഓഫ് n × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് n എത്രയാണ് അവിടെ നോക്കുക, കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണ് അല്ലേ. അപ്പോൾ 1, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 × സിഗ്മ എക്സ് വൈ. ഇവിടെ എത്രയാണ് നമ്മൾ സിഗ്മ എക്സ് വൈ കിട്ടുന്നത്, ആ വാല്യൂ ഇവിടെ ഇട്ടെടുക്കുക. മൈനസ് സിഗ്മ എക്സ്, ഇവിടെ എക്സ് സിഗ്മയുടെ സം എത്രയാണോ അതിവിടെ എടുത്ത് എഴുതാം. ഓക്കെ, അതിവിടെ എടുത്ത് എഴുതാം. ഇൻറ്റു അടുത്തത് divided by root of 8 × സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ സം ഇവിടെ എത്രയാണ് കിട്ടുന്നത്, അതോടെ ഇട്ട് കൊടുക്കാം. മൈനസ് അത് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്, അതിന് ഹോൾ സ്ക്വയർ ചെയ്യാം. അടുത്തത് അതുപോലെ ഇൻറ്റു റൂട്ട് ഓഫ് 8 × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇത്രയും ചെയ്തിട്ട് കാൽക്കുലേറ്റർ എടുത്ത് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, അതുകൊണ്ട് ആൻസർ ഒന്നും ഇത് നോക്കി പറയാനും പറ്റില്ല, അല്ല ആൻസർ ഇല്ല. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ സിഗ്മ വെച്ചിട്ട് അല്ലാത്ത പ്രോബ്ലംസ് വരുമ്പോൾ എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.